ജാതി മതഭേദമന്യേ മലയാളികളിൽ ധൂർത്ത് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾ അങ്ങനെയല്ല. അവർ വളരെ സൂക്ഷിച്ചാണ് പണം ചെലവഴിക്കുന്നത്. പക്ഷെ കേരളത്തിനുള്ളിൽ അങ്ങനെയല്ല. മലയാളി ഒരു ചെറിയ വീട് വെക്കുന്നതിൽ തുടങ്ങി അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലെല്ലാം ഒരു പിറന്നാൾ ആഘോഷത്തിൽ പോലും വലിയ ധൂർത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. പലരും ഈ ധൂർത്ത് മൂലം കടക്കാരായി വലിയ തോതിൽ വീടും സ്ഥലവുമൊക്കെ നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഒരു CITU നേതാവ് കൂടി എന്നുള്ള നിലയിൽ അങ്ങേക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെയാണ് ഇപ്പം അഡ്രസ്സ് ചെയ്തത്. ആ വിപത്ത് ചെറിയതല്ല, നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന വിപത്താണ്. ഈ വിപത്തുകൾ പലതരത്തിലുണ്ട്. ഇപ്പൊ പ്രകൃതിക്ഷോഭം നമ്മൾ ക്ഷണിച്ച് വരുത്തുക, അത് ചില കാര്യങ്ങൾ, പക്ഷേ എങ്കിലും ആകസ്മികമായിരുന്നു. ഇതല്ല. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ടൊരു വിവാഹം, ആ വിവാഹം പ്രത്യേകിച്ച് ഹിന്ദു വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ 1000 ആള് 2000 ആള് 2500 ആളില്ലെങ്കിൽ ഏതോ ഒരു മോശമാണെന്നൊരു തോന്നൽ ഈ വീട്ടുകാർക്ക്. ശ്രീനാരായണ ഗുരുദേവൻ വിവാഹത്തെപ്പറ്റി പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമുണ്ട്. എന്താ, ഏറ്റവും അടുത്ത 10 15 പേരെ വിളിച്ചു കൂട്ടി കല്യാണം നടത്തി പോകുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് കാര്യം അതിനകത്തുള്ളത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനകളിലൊന്നാണ് NSS. അവരുടെ പ്രധാനപ്പെട്ട ആ കാര്യമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷെ ആര് കേൾക്കുന്നു? കേരളത്തിൽ ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹം, നേരത്തെ ഒന്നുമില്ലാത്ത കുറെ ആചാരങ്ങൾ ഇപ്പോൾ ദിവസവും നമ്മൾ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുക. ഒരു പെണ്ണ് കാണലിന് തന്നെ പെണ്ണിന്റെ വീട്ടിൽ ആദ്യം ചെറുക്കനും പെണ്ണും ഒക്കെ അതിന്റെ വീട്ടുകാരെ പോയി കണ്ടു, പിന്നെ ബന്ധുക്കളെ കൊണ്ടുപോകുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അത് തന്നെ കുറെ നടക്കുന്നു. അതിനുശേഷം വിവാഹത്തിന് മുമ്പ് ഹൽദി എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇതുവരെ നമ്മൾ കാണാത്ത ഈ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവന്നു. പെണ്ണിനെ പിടിച്ച് മഞ്ഞൾ ചേർത്ത് മഞ്ഞളിനകത്ത് കുളിപ്പിക്കുക, പിന്നെ അത് ഫോട്ടോഷൂട്ടുകൾ, അങ്ങനെ അതൊക്കെ വലിയ ചെലവേറിയ പരിപാടിയായിട്ട് മാറുകയാണ്. ഇനി വിവാഹം ഏതെങ്കിലും വലിയ ഓഡിറ്റോറിയങ്ങളിൽ, വലിയ കൺവെൻഷൻ സെന്ററുകളിൽ കൊണ്ട് വിവാഹം നടത്തും. ആ കൺവെൻഷൻ സെന്റർ നിറയ്ക്കാനുള്ള ആളിനെ ഇവര് പോയി അതിനുള്ള സദ്യവട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ ചെലവേറിയതാണ്. വിവാഹം എന്നത് വലിയ ചെലവേറിയ ഒരു സംരംഭമായി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് പലപ്പോഴും നടക്കുന്നത് തൊട്ട അയൽപ്പക്കത്ത് സൗകര്യമൊക്കെ ഉള്ള ആളുകൾ ഇച്ചിരി ആർഭാടത്തോടെ നടത്തുമ്പോൾ എന്നാൽ അവരെ നടത്തിയപ്പോൾ ഞങ്ങൾ എങ്ങനെ കുറയും? തൊട്ടടുത്ത ബാങ്കിൽ ചെന്ന് വായ്പ എടുക്കും. അവർ കാണിച്ചതുപോലെ കാണിക്കാനാണ്. അവര് പാങ്ങില്ലാത്തവരും പോയിട്ട് ബാങ്കിൽ ചെന്ന് വായ്പ എടുക്കും. വായ്പ എടുത്തിട്ട് ആർഭാടത്തോട് നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തിരിച്ചടയ്ക്കാൻ ഈ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? സ്വർണ്ണക്കടക്കാരനെ സമ്പത്തുണ്ടാക്കുക എന്നല്ലാതെ ഈ വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം. ഇത് ആളുകൾ ചിലർ പറയുന്നത് പലപ്പോഴും ആവശ്യം വന്ന പണയം വെക്കാം. അതിനെക്കാട്ടി വലിയ മാർഗങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ളവരുടെ പ്രചാരത്തിലുണ്ട്. നല്ല വിവരമുള്ള ആളുകൾ ഈ സ്വർണം വാങ്ങിക്കുന്നില്ല. ഇപ്പം അതിന് പകരം എന്താ, നമ്മുടെ ഈ സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, അവരുടെ നിയന്ത്രണത്തിലുള്ള ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. വാങ്ങിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൈവച്ചിട്ട് അത് വേണേ കൊണ്ട് പണയം വെച്ച് കാശാക്കാം. അത് ബുദ്ധിമുട്ടേ ചെയ്യുന്നുള്ളൂ. സാധാരണക്കാരനൊന്നും അറിയത്തില്ല. അവരെല്ലാം വലിയ തോതിൽ സ്വർണം വാങ്ങിക്കുന്നതിന്റെ ഗുണം സ്വർണ്ണക്കച്ചവടക്കാരനെ കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഈ കല്യാണത്തിന്റെ ശേഷം നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. കല്യാണം ഇന്ന് നടന്നു. ആ കല്യാണത്തിന് വന്ന ആളിന്റെ അത്രയും തന്നെ ആളിനെ വിളിച്ചുകൊണ്ട് ഈ ചെറുക്കന്റെ അടുക്കള കാണൽ എന്നൊരു പരിപാടി, അടുക്കള കാണൽ എന്നാ. ഇപ്പൊ പലതും അടുക്കള കാണൽ ഏതെങ്കിലും വലിയ ഹോട്ടലുകളിലും റിസോർട്ടിലോട്ടായിരിക്കും ഈ ചെറുക്കന്റെ വീട്ടുകാർ അറേഞ്ച് ചെയ്തത്. അല്ലാതെ അവന്റെ അടുക്കള കാണാനല്ല, ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ ആയിരിക്കും. അവിടെ കൊണ്ടുപോയി വലിയ 5-6 വണ്ടിയിൽ ആളിനെ കൊണ്ടുപോയി അവിടെ പോയി വലിയ ചാപ്പാട് കഴിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് വരും. പിന്നെ തുണിക്കടക്കാരന്റെ കാശ്, ഇതെല്ലാം എന്ത് വലിയ മാർക്കറ്റിംഗ് ആണ് ഈ മേഖല നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ കല്യാണം പ്രത്യുൽപാദനപരമല്ല ഈ മുടക്കുന്നതൊന്നും, തിരിച്ചു കിട്ടുന്നതല്ല. അതിന്റെ ഫലമായിട്ട് എന്താ പറ്റി? ഈ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുമ്പോൾ ബാങ്കുകാരൻ ജപ്തി വരും. ജപ്തി ചെയ്തുകൊണ്ട് പോയി അവസാനം ഇദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. പിന്നെ ആ ജപ്തി അവസാനം പോയി ആത്മഹത്യകളിലായിരിക്കുന്നത്. ഇനി മരണച്ചടങ്ങുകളൊന്ന് പരിശോധിച്ചേ. മരണച്ചടങ്ങ്, ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ നാട്ടിലൊരു പാവപ്പെട്ട ക്രിസ്ത്യാനി മരിച്ചു.
ക്രിസ്ത്യൻ വീടുകളിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മരണം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട ആളിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏതാണ്ട് ഒരു 10-15 ലക്ഷം രൂപ പാവപ്പെട്ട ഇടത്തരം വീട്ടുകാരാണ് അവർക്ക് ചെലവായി. മക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാം ഈ ആശുപത്രി കൊണ്ട് ബില്ലായി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു അവരുടെ വലിയ പുരോഹിതനെ കൊണ്ടുവച്ച് കർമ്മം നടത്തണം. പുരോഹിതന്റെ വലിയ ഫീസാണ്. ആ കർമ്മമെല്ലാം നടത്തി കഴിഞ്ഞിട്ട് അതിന്റെ കൊയർ, ഒരു ഗായക സംഘം വരും, അതിന്റെ കൊയറിന്റെ വലിയ വാടക കൊടുക്കണം. അത് 1 ലക്ഷം രൂപയോളം അതിന് വരുന്നു. പിന്നീട് ഈ വന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കണം. ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബം ആ വീട്ടിലൊരു മരണം ഉണ്ടെന്ന് കേട്ടാൽ ഭയപ്പെടുക. ഇപ്പോൾ എത്ര വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത. ഇനി ഹിന്ദു വീടുകളിലാകട്ടെ, ശ്രീനാരായണ ഗുരുദേവനോട് ഒരിക്കൽ അയ്യാക്കുട്ടി ജഡ്ജി അദ്ദേഹത്തിന്റെ അനുയായി ചോദിച്ചു, ഗുരു മരിക്കുന്ന ആളിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞെന്താ, ചക്കിനകത്ത് ടാട്ടി തെങ്ങിന്റെയോ പുന്നയുടെയോ മൂട്ടിക്കൊണ്ട് കുഴിച്ചിട്ട് അതിനെങ്കിലും ഗുണമാവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ എന്താ അവിടുത്തെ സ്ഥിതി? ഓരോ പ്രദേശത്തും ആ ശാഖായോഗക്കാർ വലിയ പുരോഹിതനെ, വലിയ ചെലവേറിയ പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്ന് 4-5 മണിക്കൂർ വലിയ പൂജയാണ്. ഇത് പാവപ്പെട്ട മനുഷ്യൻ ഈ മരണം പോലും അവന് താങ്ങാൻ വയ്യാത്ത ബാധ്യതയാക്കി മാറ്റുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ ആചാരങ്ങളുടെ പുറകെ, അതുപോലെ തന്നെ ഉത്സവങ്ങൾ, പണ്ട് കാലത്ത് മനുഷ്യൻ ശാന്തിക്ക് വേണ്ടി, വളരെ മനഃശാന്തിക്ക് വേണ്ടി കണ്ട ഇടവാ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും. ഇന്ന് ആ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ വലിയ കൊമേഴ്സ്യൽ മേഖല, കച്ചവട മേഖലയായിട്ട് മാറ്റുകയാണ്. അത് ഒരുപറ്റം ആളുകളുടെ സാമ്പത്തിക ലാഭത്തിനാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വരിയിടുകയാണ് ഓരോ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യൻ. ഇത്ര രൂപ നിങ്ങൾ തരണം, ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടികൾ കൊണ്ട് വെക്കുകയാണ്. ആർഭാടം. അതേപോലെ തന്നെ ഈ കെട്ടുരുപ്പടിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ താങ്ങാനാവാത്ത ബാധ്യത ഓരോ സ്ഥലം. ഇപ്പൊ ഈ എന്റെ നാട്ടിലൊക്കെയാണ് കെട്ടുത്സവം നടക്കുന്ന അത് ക്ഷേത്രത്തിൽ കെട്ടുത്സവത്തിന്റെ ദിവസം ആഘോഷത്തോടെ കൊണ്ടുപോയി അവിടെ കളിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അതല്ല. ഈ കെട്ടുരുപ്പടി തയ്യാറാക്കുന്ന ഒരു ഉത്സവപ്പറമ്പായി മാറുക. അവിടെ ദിവസം സദ്യ, അവിടെ വൈകുന്നേരം കലാപരിപാടി. ഇതിനെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യനെ പിരിവാ. ഇത് ഈ ആചാരങ്ങൾ നമുക്ക് പിടിവിട്ടു പോവുകയും മനുഷ്യന്റെ ജീവിതത്തെ അത് തകർത്ത് കളയുന്ന തരത്തിൽ, സാമ്പത്തിക നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ആചാരങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. നമ്മളെല്ലാവരും ഒന്നിച്ചെതിർക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിവാഹത്തിന്റെ ആയാലും മരണത്തിന്റെ ആയാലും മറ്റ്. അതേസമയം ഇപ്പൊ ഒരു ചെറിയ സംസ്കാരം ചിലയിടത്തെങ്കിലും രൂപപ്പെടുന്ന ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ എന്റെ അടൂരിലൊക്കെ തന്നെയും അവിടെ പാലിയേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇപ്പൊ തന്നെ അവിടെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റി, അടൂരില് മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി, ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയാണ്. സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നു വൃക്കരോഗികൾക്ക്. ആ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കൊടുക്കുന്ന ആ സംരംഭത്തിന് ചില ആളുകളെങ്കിലും ഇപ്പം കുറച്ച് പൈസ അവർക്കിരിക്കട്ടെ. ഈ നമ്മുടെ ഈ ആർഭാട ദൂരത്തിന് പകരം അതിന് ഇച്ചിരി പൈസ ഇരിക്കട്ടെ എന്ന് കാണുന്ന ഒരു ചെറിയ ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം അത് ആശാവഹമായൊരു മാറ്റമാണ്. നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമ്മൾ ഈ ഒരു ദിവസം കല്യാണത്തിന് ഈ സദ്യക്കും മറ്റു ഈ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ നല്ലതാന്ന് പറയുമോ? ഇത് ഉപയോഗിച്ചു പോകുന്ന ഒരാൾ പോലും അവന്റെ ദൂരത്ത് കണ്ടില്ലേ, അവന്റെ ആർഭാടം കണ്ടില്ലേ, അവന്റെ പണക്കൊഴുപ്പാ കാണിച്ചെന്ന് നമ്മളെ ഇത് കഴിച്ചു പോകുന്ന ആളുകളുടെ ആക്ഷേപം പറയുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ അത് ഒഴിവാക്കി ഈ ചുറ്റുവട്ടത്ത് എത്രയോ പാവപ്പെട്ട ആളുകൾ പുഴുക്കളെ പോലെ ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഉയർന്നു വരാൻ കിടന്ന് പെടാപ്പാട് പെടുന്നവരുണ്ട്. രോഗബാധയുള്ളവർ, ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ വലിയ ഭാരിച്ച ചെലവുള്ള ചികിത്സയാണ്. ആ പാവങ്ങളെ ഒന്ന് സഹായിക്കാൻ ഈ പൈസയിൽ, നമ്മൾ ഈ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയിൽ ഒരു ചെറിയ ശതമാനം അതൊന്ന് മാറ്റിവെച്ച് ആ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുത്താൽ എത്ര മാറ്റം ഉണ്ടാകും? തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു വളരെ നല്ല കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ആചാരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളുടെ പേരിൽ പണ്ടില്ലാത്ത, നമ്മുടെ പൂർവികരൊക്കെ എത്ര ഗംഭീരമായ ഉത്സവങ്ങളാവും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ടോ? അതിനകത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സാമൂഹ്യ അടുപ്പമുണ്ട്. ഇന്ന് അതില്ല. ഇന്നല്ല, അത് കുറച്ചുപേരുടെ ജീവനോപാധിയും കൂടിയായി ആയിരുന്നു. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് വലിയ കൊമേഴ്സ്യൽ സംരംഭങ്ങളായി മാറിക്കഴിയുകയാണ്. അത്തരമൊരു സംരംഭത്തെ നിരുത്സാഹപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. കേരളീയ സമൂഹം അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദത്തിനപ്പുറത്തേക്ക് മാറേണ്ടത് അത്യാവശ്യമാണെന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ മകളുടെ വിവാഹം അടക്കം വളരെ ലളിതമായി നടത്തിയ ഒരു 150 പേർക്ക് മാത്രം ഒത്തുകൂടിയ ഒരു ചടങ്ങിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും തൊട്ടടുത്ത സുഹൃത്തുക്കളെ, അയൽക്കാരെയും മാത്രം വെച്ച്, അത് കോവിഡ് കാലത്തായിരുന്നു, അതുകൊണ്ട് വേറെ എങ്കിലും
അതെനിക്കൊരു താല്പര്യമായി. ഇനി ആയാലും എൻ്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഒരു ചടങ്ങും കൂടാതെ അത് സംസ്കരിക്കുകയായിരുന്നു ചെയ്തത്. അതൊക്കെ നമ്മൾ ഓരോരുത്തർ വിചാരിച്ച ഇതാര് മഹാത്മജിയെ പോലെ ഒരാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇന്ത്യ ആകെ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാക്കി. ഓരോരുത്തർ വിചാരിച്ചാൽ അങ്ങനെ ഒരു നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, മാറ്റം വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊന്ന് നമുക്ക് ഓരോരുത്തർക്കും വിചാരിക്കണം. തീർച്ചയായിട്ടും. എന്തായാലും ഈ ധൂർത്ത് മലയാളിയെ വിഴുങ്ങാതിരിക്കട്ടെ, മലയാളിയുടെ സമ്പത്തിനെ കൊള്ളയടിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ മലയാളിയും താൻ ചെലവാക്കുന്ന പൈസയെക്കുറിച്ച് പോലും നന്നായി ചിന്തിക്കണം. ചിന്തിച്ച് പ്രയോജനപ്രദമായി അത് ചെലവഴിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.